രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതുവരെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവൻ അനുജത്തിയുമായി വിവിധ കളികളിൽ ഏർപ്പെടും. ഉറങ്ങുന്നതിനോ ഉണരുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ കളിക്കുന്നതിനോ പ്രത്യേക സമയം അവന് ഉണ്ടായിരുന്നില്ല. കടമുറികളുടെ മുന്നിൽ കിടന്നുറങ്ങുന്നതിനാൽ പ്രത്യേക സമയം ഇല്ല. കാരണം കടകൾ അടച്ച് ആളുകൾ പോയാൽ മാത്രമേ കിടക്കാൻ പറ്റൂ. രാവിലെ കടക്കാർ വരുന്നതിന് വളരെ മുൻപേ രക്ഷിതാക്കൾ തങ്ങളെ വിളിച്ചുണർത്തും. പകൽ സമയങ്ങളിൽ മരത്തണലിൽ പുല്ലിലോ മണ്ണിലോ കിടന്നുറങ്ങും. പാഴ്വസ്തുക്കൾ പെറുക്കി നടക്കുമ്പോൾ ഭിക്ഷയായി കിട്ടുന്ന ഭക്ഷണമാണ് അവൻ്റെ ജീവൻ നിലനിർത്തുന്നത്. പല സമയത്തും പട്ടിണിയാണ്. വെള്ളം കിട്ടാതെ പല ദിവസവും അലഞ്ഞു നടന്നിട്ടുണ്ട്. മലിനജലം കുടിച്ച് വിശപ്പ് അകറ്റിയിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും എന്താണ് തൊഴിൽ എന്ന് അവന് അറിയില്ല. ഉത്സവപ്പറമ്പുകളിൽ അവനെ രക്ഷിതാക്കൾ കൊണ്ടുപോകാറുണ്ട്. ചില സമയം ഉത്സവപ്പറമ്പുകളിൽ രക്ഷിതാക്കൾ ബലൂൺ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ വിൽക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ അവന് മനസ്സിലാകില്ല. രക്ഷിതാക്കൾ സംസാരിക്കുന്ന ഭാഷയല്ല പുറത്തു പോകുമ്പോൾ അവൻ കേൾക്കുന്നത്. ഉത്സവപ്പറമ്പുകളിൽ അവനും ചേട്ടനും അനുജത്തിയും പാഴ്വസ്തുക്കൾ പെറുക്കിയും ഭിക്ഷയാചിച്ചും നടക്കും. അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഉത്സവപ്പറമ്പിൽ വരുന്നതും അവിടുത്തെ അവരുടെ പ്രകടനങ്ങളും അവൻ്റെ കുഞ്ഞു മനസ്സിനെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ വരുന്ന കുട്ടികൾ പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് വൃത്തിയായി ഒരുങ്ങിയാണ് വരിക. കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഉണ്ടാകും. കുട്ടികൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഭക്ഷണ സാധനങ്ങളും കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രക്ഷിതാക്കൾ പ്രവർത്തിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആവണം എന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ കാണുന്ന കളിപ്പാട്ടങ്ങൾ അനുജത്തിയോടൊപ്പം വാങ്ങി കളിക്കാൻ അവന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതുവരെ അതിനു കഴിഞ്ഞിട്ടില്ല. ഉത്സവപ്പറമ്പിലെ ആവി പറക്കുന്നതും എണ്ണയിൽ പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ ആളുകൾ കഴിക്കുന്നതും നോക്കി അവൻ കൊതികൊണ്ട് വെള്ളമിറക്കാറുണ്ട്. കുട്ടികൾക്ക് അത്തരം ഭക്ഷണ സാധനങ്ങൾ വാങ്ങി രക്ഷിതാക്കൾ കൊടുക്കുന്നതും കൊതിയോടെ അവൻ നോക്കി നിൽക്കാറുണ്ട്. കൂടാതെ രക്ഷിതാക്കൾ കുട്ടികളെ ലാളിക്കുന്നതും തോളിലേറ്റി ഉത്സവം കാണിക്കുന്നതും കാണുമ്പോൾ അവൻ്റെ മനസ്സും ആഗ്രഹിച്ചിരുന്നു അതുപോലെ തൻ്റെ രക്ഷിതാക്കളും ചെയ്തിരുന്നുവെങ്കിൽ എന്ന്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന കുട്ടികളെ കാണുമ്പോൾ അവരുടെ വസ്ത്രങ്ങളെ തൊടുവാൻ അവൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞില്ല. ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ എപ്പോഴും അവൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവും. തങ്ങളെപ്പോലെയുള്ള കുട്ടികളെ ഉത്സവപ്പറമ്പിൽ കാണാറില്ല. പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ട്? രക്ഷിതാക്കൾ തങ്ങളെ ലാളിക്കാത്തത് എന്തുകൊണ്ട്? മറ്റു കുട്ടികളെപ്പോലെ ഭക്ഷണങ്ങളും കളിപ്പാട്ടങ്ങളും തൻ്റെ രക്ഷിതാക്കൾ വാങ്ങിത്തരാത്തത് എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ഭിക്ഷയാചിച്ച് കിട്ടുന്ന പണം അച്ഛൻ മോഷ്ടിച്ച് എടുക്കുന്നത് എന്തുകൊണ്ട്? മറ്റു കുട്ടികളെപ്പോലെ താമസിക്കാനുള്ള വീട് രക്ഷിതാക്കൾ പണിയാത്തത് എന്തുകൊണ്ട്? രാത്രികാലങ്ങളിൽ ഞങ്ങളെ തനിച്ചാക്കി അമ്മ ഇരുട്ടിലേക്ക് നടന്നു പോകുന്നത് എന്തിനു വേണ്ടി? അച്ഛൻ മദ്യപിച്ച് അമ്മയോടും മറ്റു ആളുകളോടും അടികൂടുന്നത് എന്തുകൊണ്ട്? മറ്റു കുട്ടികളെപ്പോലെ പഠിക്കാൻ വിദ്യാലയത്തിൽ പോകാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അവൻ്റെ മനസ്സിൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ കാഴ്ചകൾ കടന്നു വന്നു. അതിരാവിലെ ഉറങ്ങിക്കിടക്കുന്ന തങ്ങളെ രക്ഷിതാക്കൾ ഉണർത്തി അടുത്തുള്ള പുഴക്കരയിലേക്ക് കൊണ്ടുപോകും. ബാക്കി ഉറക്കം പുഴക്കരയിലെ മണലിൽ കിടന്നുകൊണ്ട്. വെയിലിന് ചൂട് കൂടുമ്പോൾ താനെ ഉണരും. അവൻ ഉണരുമ്പോഴേക്കും
അമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അച്ഛന് രാത്രി സമയത്ത് മാത്രമേ കാണുകയുള്ളൂ. അവൻ്റെ അമ്മയോടൊപ്പം ഒരു ഭാണ്ഡക്കെട്ട് എപ്പോഴും ഉണ്ടാകും. അതിൽ പഴയ കുറച്ച് തുണികളും പാചകം ചെയ്യാൻ കുറച്ച് പാത്രങ്ങളും. പുഴവെള്ളം കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക. വിറക് കത്തിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ആ ഭാണ്ഡക്കെട്ട് എവിടെയെങ്കിലും വച്ചിട്ട് അവൻ്റെ കുടുംബം പാഴ്വസ്തുക്കൾ പെറുക്കാനും ഭിക്ഷയാചിക്കാനും പോകും. തിരിച്ചു വന്ന് ഭാണ്ഡം തുറന്നു നോക്കുമ്പോൾ പലപ്പോഴും ഭാണ്ഡക്കെട്ടിൽ പാമ്പോ മറ്റു ജീവികളോ കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ തെരുവ് നായകൾ ഭാണ്ഡക്കെട്ട് കടിച്ചു വലിച്ച് ദൂരെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. ഭിക്ഷാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അമ്മയും അച്ഛനും എത്തിയിട്ടുണ്ടാവില്ല. അവരെ കാത്തിരുന്ന് തളർന്ന് ഉറങ്ങിയ നിരവധി ദിവസങ്ങൾ. രക്ഷിതാക്കൾ എന്തെങ്കിലും പുതിയ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊണ്ടുവരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ഒന്നും കിട്ടാത്ത ദിവസങ്ങൾ. മഴക്കാലത്ത് മഴയത്ത് കിടന്നുറങ്ങിയ ദിനങ്ങൾ. തൻ്റെ ശരീരത്തിൽ നോക്കുമ്പോൾ രാത്രിയിൽ കൊതുകുകൾ കടിച്ച് തടിച്ചിരിക്കുന്നത് കാണാം. മഴക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം ചെളിവെള്ളത്തിൽ കളിച്ച ദിനങ്ങൾ. ഭക്ഷണം കടകളിൽ നിന്നും മോഷ്ടിച്ചതിന് കടക്കാരനിൽ നിന്നും കിട്ടിയ അടിയുടെ പാടുകൾ ശരീരത്തിൽ കാണാം. പല്ലു തേക്കാതെ, കുളിക്കാതെ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് നടന്ന ദിനങ്ങൾ. അവന് ചിന്തകളെ അലോസരപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയത്തിലെ ഉച്ചഭാഷിണിയിൽ നിന്നും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഉച്ചഭാഷിണിയിലൂടെ വരുന്ന ശബ്ദം അവനു മനസ്സിലായില്ലെങ്കിലും അത് പ്രധാനപ്പെട്ട എന്തോ ആണെന്ന് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ പ്രവൃത്തിയിൽ നിന്നും അവന് മനസ്സിലായി. അതുവരെ ചർച്ച ചെയ്തു നിന്നിരുന്ന സുരക്ഷാ ജീവനക്കാർ ഉച്ചഭാഷിണിയിൽ നിന്നും ശബ്ദം ഉണ്ടായ ഉടനെ നിശബ്ദമായി അച്ചടക്കത്തോടെ നിൽക്കുന്നു. ശബ്ദം അവസാനിച്ചപ്പോൾ അവർ വീണ്ടും ചർച്ചകൾ തുടങ്ങി. അവൻ വിദ്യാലയത്തിൻ്റെ കമാനത്തിലേക്ക് നോക്കി നിന്നു. മുൻപ് അകത്തേക്ക് പോയിരുന്ന മാലാഖ പെൺകുട്ടിയും അച്ഛനും തിരിച്ചു വരുന്നു. പെൺകുട്ടി അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് തുള്ളിച്ചാടി നടന്നു വരുന്നു. അവർ കവാടത്തിൽ എത്തിയപ്പോൾ സുരക്ഷാ ജീവനക്കാർ വിനയത്തോടെ താണു വണങ്ങുന്നു. അവർ കവാടത്തിൻ്റെ പുറത്ത് നിന്നു. ആ പെൺകുട്ടി അച്ഛൻ്റെ ചുറ്റും ഓടിക്കളിക്കാൻ തുടങ്ങി. അല്പസമയത്തിനകം അവർ വന്ന കാർ കവാടത്തിൻ്റെ സമീപത്ത് വന്നു നിന്നു. ആ പെൺകുട്ടിയും അച്ഛനും ആ കാറിൽ കയറി യാത്ര തുടർന്നു. അത്തരം കാറിൽ യാത്ര ചെയ്യുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് അവൻ അവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് നടന്നു. പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി.